ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ചോദിച്ചു കുറേ ഡൗട്ട്സിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് കേട്ടോ. ഡൗട്ട്സ് അല്ല, അവരുടെ ഒരു അറിയാനുള്ള ആഗ്രഹം കൊണ്ട്. അതായത് വേറൊന്നുമല്ല, ഞങ്ങൾ റീസെൻ്റായിട്ടൊരു വീഡിയോ മേടിച്ചു. അപ്പം ഇതെല്ലാം എൻ്റെ UK-ലുള്ള എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മേടിച്ചത് ഞങ്ങളുടെ ഹൗസ് ബൈയിങ് പ്രോസസ്സ്, അത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, ഞങ്ങൾ എങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, പിന്നെ അതെങ്ങനെ ഞങ്ങൾ ഫിനിഷ് ചെയ്തു, ആ ഒരു പ്രോസസ്സിങ് ഫിനിഷ് ചെയ്ത് ഞങ്ങൾ വീട് ഞങ്ങൾക്ക് കൈ കിട്ടുന്ന വരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വന്ന ആ ഒരു ഓരോ സ്റ്റേജുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇൻഡിവിജ്വലായിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് ഓരോരുത്തർക്കും ഞാൻ മറുപടി പറയുന്നതിനേക്കാളും നല്ലത് ഒരു വീഡിയോ ഇട്ടിടുമ്പോൾ അത് എല്ലാവർക്കും ഉപയോഗപ്പെടുമല്ലോ. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞത് ഞങ്ങളെ എക്സ്പീരിയൻസ് മാത്രമാണ് പറയുന്നത് കേട്ടോ. പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ വീട് മേടിക്കണമെന്ന് ആലോചിച്ച് തുടങ്ങിയപ്പോൾ തന്നെ, അതായത് UK-യിൽ വന്നൊരു 2 years ആയാലേ വീട് മേടിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് 1 year ആകുമ്പോഴേ നമ്മൾ വീട് മേടിക്കാം. അത്രയ്ക്കും നമുക്ക് കൊടുക്കാൻ ഡെപ്പോസിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട് മേടിക്കാം. പിന്നെ അതുപോലെ ഇപ്പോഴെന്ന റൂൾസൊക്കെ മാറിയിട്ടുണ്ട്. 5% ഫസ്റ്റ് ടൈം ബയർക്ക് 5% ഡെപ്പോസിറ്റിനൊക്കെ വീട് മേടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ 10% ഇട്ടാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ 2022 സെപ്റ്റംബറിലാണ് UK-യിൽ 1 year ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 1 year കഴിഞ്ഞിരുന്നത് 1 year ഒരു 6 months ആയപ്പോൾ മുതൽ ഞങ്ങൾ വീടൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനു മുന്നേ, വീട് സെർച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിപ്പോൾ നമ്മൾ വീട് നോക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളൊരു ഒരു പ്രിപ്പറേഷനാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് വീട് നോക്കുന്നതിന് നമ്മൾ ഒന്ന് ഡിസൈഡ് ചെയ്യണം ഏത് ടൈപ്പ് വീടാണ് നമുക്ക് ആവശ്യം. അതൊരു സെമി ഡിറ്റാച്ച്ഡ് ആണോ, ഡിറ്റാച്ച്ഡ് ആണോ, എൻഡ് ഓഫ് ടെറസ് ആണോ, എങ്ങനത്തെ വീടാണ് നമുക്ക് അഫോർഡബിളും നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വീട്. അപ്പോൾ അത് നമ്മൾ ആദ്യം തീരുമാനിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ നോക്കിയത്, ഞാനും ഹസ്ബൻഡും നോട്ടിംഗ്ഹാം സിറ്റി ഹോസ്പിറ്റൽ നടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉള്ള ഒരു ഏരിയ ആയിരിക്കണം. അതായത് ഞങ്ങൾക്ക് റീച്ചബിൾ ആയിരിക്കണം, പെട്ടെന്നൊക്കെ എത്തി ജോലിക്ക് പോകാൻ പറ്റണം. പിള്ളേരുടെ ട്രാൻസ്പോർട്ടേഷൻ, അവർക്ക് എപ്പോഴും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ബസ് റൂട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവണം. അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ നോക്കിയത്. അത് ഞങ്ങളൊരു NG5 NG6 ഒക്കെ നോക്കി, മാക്സിമം NG15 വരെ നോക്കിയായിരുന്നു. ഈ NG5 NG15 എന്ന് വെച്ചാൽ എല്ലാ UK-യിലുള്ള എല്ലാവർക്കും ഇതൊക്കെ നമ്മുടെ പോസ്റ്റ് കോഡാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ NG5 NG6 ഒക്കെ നോക്കി, ഒരു ബഡ്ജറ്റ് ഇട്ട് ഞങ്ങൾ നോക്കി. ആ ബഡ്ജറ്റിന് അകത്ത് നിൽക്കുന്ന വീടുകളായിരുന്നു ഞങ്ങൾ നോക്കിയത്. അതിനപ്പുറം പോകുന്ന വീടുകളൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. മാക്സിമം ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടാണ് ഞങ്ങൾ നോക്കിയത്. എന്നിട്ട് അടുത്ത് ഞങ്ങൾ എന്താ ചെയ്തതെന്നറിയാവോ? ഓക്കെ, ഞങ്ങളൊരു കുറേ വെബ്സൈറ്റ് ഉണ്ടല്ലോ നമുക്ക്, സൂപ്ല, റൈറ്റ് മൂവ്, ഓൺ ദ മാർക്കറ്റ്, അങ്ങനെ കുറേ വെബ്സൈറ്റിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടു. എന്നിട്ട് ഡെയിലി നമ്മൾ അതിനെ നോക്കുമായിരുന്നു. ആ വെബ്സൈറ്റിൽ കയറി നോക്കും, നല്ല വീടുകൾ വന്നിട്ടുണ്ടോ, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വീടുകൾ വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്തെല്ലാം നമുക്കറിയാമല്ലോ, നമുക്ക് ഫിൽറ്റർ ചെയ്തിടാം. നമ്മുടെ ഒരു ചോയ്സസ് ഫിൽറ്റർ ചെയ്ത് ഇത്ര എമൗണ്ട് മുതലുള്ള വീടാണ് നമ്മൾ നോക്കുന്നത്, എന്ത് ടൈപ്പ് വീടുകളാണ്, പിന്നെ എത്ര ഡിസ്റ്റൻസ് വരെ, എത്ര മൈൽസിനകത്തുള്ള വീടുകളാണ് നോക്കുന്നത്. അങ്ങനെയൊക്കെ കുറേ ക്രൈറ്റീരിയസ്, അതൊക്കെ നമുക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിടാം. നമുക്ക് അങ്ങനെയുള്ള വീടുകളെ വരത്തുള്ളൂ, കാണാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളെല്ലാ വീടുകളും കൂടെ ഒത്തിരി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള, നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള വീട് രജിസ്റ്റർ ചെയ്തിടുമ്പം അതിനകത്തുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഞങ്ങൾ അങ്ങനെയുള്ള വീടുകളാണ് ഞങ്ങൾ നോക്കി തുടങ്ങിയത്. അപ്പോൾ ആദ്യം ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു, ഞങ്ങൾ ജസ്റ്റ് സെർച്ച് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓരോ വീടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ അതിന് റിക്വസ്റ്റ് കൊടുക്കും ഏജൻസിക്ക് റിക്വസ്റ്റ് ഇടുമ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ട് അവരോട് ചോദിക്കും, ഒരു വ്യൂവിങ് അപ്പോയിൻമെൻറ്റ് തരും. അപ്പം നമ്മളെ കംഫർട്ടബിൾ ടൈമിൽ ഞാനും ഹസ്ബൻഡും മാക്സിമം പിള്ളേരെ കൂടെ കൊണ്ടുപോകാൻ നോക്കുമായിരുന്നു. കാരണം അവരും കാണണമല്ലോ വീടൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കൂൾ ടൈമൊക്കെ കംഫർട്ടബിൾ ആയ ടൈം നോക്കിയാണ് ഞങ്ങൾ വ്യൂവിങ് എടുത്തുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു 30 വീടെങ്കിലും കണ്ടു കാണും, 35 വീട് കണ്ടു കാണും കേട്ടോ. കാരണം ഞങ്ങളെ ബഡ്ജറ്റിനകത്തുള്ളൊരു വീട്, നല്ല വീടുകൾ കിട്ടുകയും വേണം, പക്ഷെ ബഡ്ജറ്റിൽ കൂടുതൽ പോകാനും പാടില്ല. അപ്പം അങ്ങനെ ഇതൊക്കെ കുറേ കൺസേൺ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ശരിക്കും ഒരു 30-35 വീടൊക്കെ കണ്ടു. പക്ഷെ ചിലവർക്ക് ഫസ്റ്റ് 1-2 വീട് കാണുമ്പോഴത്തേക്കും അത് ഇഷ്ടപ്പെടും. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് വീടുകൾ ഇത്തരം വീടുകൾ കണ്ടതുകൊണ്ട് നമുക്കൊരു ഓരോ വീടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയായിരുന്നു കേട്ടോ.
അപ്പം ചിലർക്ക് അങ്ങനെയാണ് കേട്ടോ, ഒത്തിരി വീട് കാണണമെന്നൊന്നും. ചിലർ 1-2 വീട് കാണുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഓക്കെ പറയും. പക്ഷെ ഞങ്ങൾ കുറച്ച് വീടുകൾ കണ്ടു ഒന്ന്, എന്നാലും നമുക്ക് കമ്പയർ ചെയ്ത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക്. ഒത്തിരി വീടുകൾ കാണുമ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ ഏതൊക്കെ ടൈപ്പ് വീടുകളാണ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഞങ്ങൾക്കൊരു 2-3 വീട് ഞങ്ങൾക്ക് ടോട്ടലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു വീടിന് ഞങ്ങൾ ഓഫർ കൊടുത്തപ്പോൾ ആ ഓഫർ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഏജൻസിക്കാർ, ഇപ്പം ഞാൻ ഹോൾഡൻ ഹൂപ്പിൽ നിന്നൊരു ഏജൻസി വഴിയാണ് ആ ഫസ്റ്റ് വീടിന് ഓഫർ കൊടുത്തത്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഡിപ്പ് എടുത്തിട്ട്, അത് ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ, അത് നമുക്ക് ഈ UK വരുമ്പോൾ നമ്മുടെ ബാങ്കിൽ നിന്ന് നമുക്ക് എത്രത്തോളം മോർഗേജ് കിട്ടും എന്ന് നമ്മുടെ ബാങ്ക് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. ഡിപ്പ് നമ്മുടെ എലിജിബിലിറ്റി ഒരു സർട്ടിഫിക്കറ്റ് തരും, എത്ര രൂപ നമുക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ അത് വെച്ചാണ് ഏജൻസിക്കാർക്ക് അതും വളരെ അത്യാവശ്യമാണ്, അവരത് നോക്കും. കാരണം അതാണ് നമ്മുടെ അഫോർഡബിലിറ്റിയും എലിജിബിലിറ്റിയും നോക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഏതെങ്കിലും മോർഗേജ് അഡ്വൈസർ എടുത്തു തരണം. അപ്പം ഞങ്ങൾ ഹോൾഡ് ആൻഡ് ഹോപ്പിൽ ഞങ്ങൾക്ക് വേറെ മോർഗേജ് അഡ്വൈസർ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഏജൻസിക്കാർ തന്നെ പറഞ്ഞു, ഓക്കെ, അവരുടെ ഒരു അഡ്വൈസർ ഉണ്ട്. അവർ തന്നെ എല്ലാ ഏജൻസിക്കാരും അവരുടേതായ മോർഗേജ് അഡ്വൈസർ നമുക്ക് ഓഫർ ചെയ്യും. ഇതിപ്പോൾ ഏത് ഏജൻസി ആയാലും ശരി തന്നെ കേട്ടോ. മോർഗേജ് അഡ്വൈസേഴ്സും സോളിസിറ്റേഴ്സിനും അവർ തന്നെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് വേണേൽ അവരുടെ കൂടെ അവരുടെ ഏജൻസിക്കാരുടെ എംപ്ലോയീസിൻ്റെ കൂടെ പോവാം. ഇല്ല എങ്കിൽ നമ്മുടേതായ നമുക്കിപ്പോൾ പരിചയമുള്ള ആരെങ്കിലും സോളിസിറ്ററോ പരിചയമുള്ള ഏതെങ്കിലും മോർഗേജ് അഡ്വൈസറോ ഉണ്ടെങ്കിൽ അങ്ങനെ വേണേലും ഇപ്പോൾ അതൊന്നും ആരുടെയും നമ്മൾ നിർബന്ധിക്കുന്നില്ല, നമ്മുടെ ഇഷ്ടം അതൊക്കെ. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഏജൻസിക്കാർ റെക്കമെൻഡ് ചെയ്ത മോർഗേജ് അഡ്വൈസർ ഞങ്ങൾ മോർഗേജ് ഡിസിഷൻ പ്രിൻസിപ്പിൾ എടുത്തു. അപ്പം ഞങ്ങളുടെ എലിജിബിലിറ്റി ആ മോർഗേജ് അഡ്വൈസർ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഫുൾ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, ഞങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ, നമ്മുടെ പേറോള്, ഇതെല്ലാം നമ്മൾ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു 6 months. അതെല്ലാം നോക്കിയതിന് ശേഷം ആ മോർഗേജ് അഡ്വൈസർ നമുക്കൊരു ഡിപ്പ് എടുത്തു തന്നു, ഡിസിഷൻ പ്രിൻസിപ്പിൾ. ആ ഡിപ്പ് എന്ന് വെച്ചാൽ 90 days വാലിഡിറ്റിയേ ഉള്ളൂ. ഓക്കെ, അതായത് 3 മാസം. ആ 3 മാസത്തിനകത്ത് നമ്മളൊരു വീട് കണ്ടെത്തി അതിനൊരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഇല്ല എങ്കിൽ നമ്മൾ 3 മാസം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ എഗെയിൻ നമ്മൾ വീണ്ടും ഒരു ഡിപ്പ് എടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ, വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഡിപ്പ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വീടുകളൊക്കെ സെർച്ച് ചെയ്ത് തുടങ്ങി. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഡിപ്പ് ഉണ്ടെങ്കിൽ ഏജൻസിക്കാർക്ക് ഒരു പ്രിഫറൻസ് കിട്ടും നമുക്ക്. അവർ നമ്മളെ കുറച്ചുകൂടി പ്രിഫർ ചെയ്യും. ഡിപ്പുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് പ്രിഫറൻസ് കൂടുതലായിരിക്കും. എനിവേ, ഞങ്ങൾ അങ്ങനെ ഡിപ്പൊക്കെ എടുത്തിട്ട് വീടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഞങ്ങൾ ഡിപ്പൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ വീട് വന്ന് കണ്ടു, കുറേ വീട് കണ്ടാലും ഇഷ്ടപ്പെട്ടില്ല. ഈ വീട് വന്ന് കണ്ടായിരുന്നു. ഈ വീട് കണ്ടപ്പോൾ ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതായത് ശരിക്കും നമ്മളൊരു വീട് പോയി കാണുമ്പോൾ നമുക്ക് ഒത്തിരി വീട് ശരി, എല്ലാ വീടും നോക്കും, ഈ വീട് കൊള്ളാം, ആ വീട് കൊള്ളാം, ഭയങ്കര കൺഫ്യൂഷൻ ആവും കേട്ടോ. പക്ഷെ എന്നാലും ചില വീടുകൾ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു വൈബ് ഉണ്ടാവും. ഓക്കെ, ഈ വീട് നല്ലതാണല്ലോ, നമ്മുടെ വീടായിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു, ഒരു വൈബ് നമുക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു വീടാണ് ഈ വീട് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ മനസ്സിലൊരു ആഗ്രഹം തോന്നിയായിരുന്നു, ഓക്കെ, ഇത് കൊള്ളാം, ഇതായിരുന്നു, ഇതായാലും ഇത് തന്നെ മേടിക്കണമെന്ന് തോന്നിയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ നിന്ന് ഉറച്ചു നിന്നത്. ഓക്കെ, അങ്ങനെ ഈ വീട് ഞങ്ങൾ ഓഫർ കൊടുത്തതിന് ശേഷം സെല്ലർ ഓഫർ അക്സെപ്റ്റ് ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് വന്നത്, അപ്പം ഓഫർ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഏജൻസിക്കാർ ഞങ്ങൾക്ക് ഒഫീഷ്യലി യുവർ ഓഫർ ഹാസ് ബീൻ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞൊരു ഒഫീഷ്യൽ ഒരു ലെറ്റർ അയച്ചു. അപ്പോൾ അത് മനസ്സിലായി ഞങ്ങൾക്ക്. ഓക്കെ, പക്ഷേ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ആരെങ്കിലും ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഓഫർ റിജക്റ്റ് ചെയ്യാം. അപ്പം അത് നമുക്കൊരു ഉറപ്പല്ല. ഓഫർ അക്സെപ്റ്റ് ചെയ്തതെന്ന് വിചാരിച്ചാൽ വീട് നമുക്ക് കിട്ടും ഒരു ഗ്യാരണ്ടി ഇല്ല. എനി ടൈം ദാറ്റ് ക്യാൻ ചേഞ്ച്. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് അവർ ഓഫർ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സോളിസിറ്ററിൻ്റെ പ്രോസസ്സിങ് ആണ് നടക്കുന്നത്. അപ്പം ഞങ്ങളുടെ കാര്യത്തിൽ സോളിസിറ്ററിന് ഇതാവുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ഏജൻസിക്കാർ തന്നെ ഞങ്ങളോട് കുറേ തേർഡ് ഫോർട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഞങ്ങളെ ഫുൾ ഡോക്യുമെൻറ്റേഷൻ ക്രെഡൻഷ്യാലിറ്റി നോക്കിയായിരുന്നു. ഞങ്ങളുടെ ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഞങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട്, ഫുൾ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരു തേർഡ് ഫോർട്ട് എന്നൊരു ആപ്ലിക്കേഷൻ ഞങ്ങളോട് ഡൗൺലോഡ് ചെയ്ത് അതുവഴി വെരിഫിക്കേഷൻ ചെയ്തായിരുന്നു. അതിലും നമ്മുടെ ബാങ്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാനായിട്ട് അവർക്ക് നമ്മളൊരു കൺസെൻറ്റ് കൊടുക്കണമായിരുന്നു. ആ തേർഡ് ഫോർട്ട് എന്ന ഒരു ആപ്ലിക്കേഷൻ വഴി ചെയ്യുമ്പോൾ
അതൊരു ജസ്റ്റ് 24 hours വാലിഡിറ്റി ഉള്ളൂ. അവർക്ക് ജസ്റ്റ് ഒരു റീഡ് ത്രൂ ചെയ്യാനേ പറ്റത്തുള്ളൂ, വേറൊന്നും ചെയ്യണം. അതുകൊണ്ട് ആരും പേടിക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെങ്ങനെ നമ്മൾ കൺസെന്റ് കൊടുക്കണം, നമ്മൾ സ്റ്റേറ്റ്മെന്റ് കാണാൻ കൺസെന്റ് കൊടുക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ടാകും ഞങ്ങൾക്ക് കേട്ടോ. പക്ഷെ അത് 24 hours അത് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യാനേ പറ്റത്തുള്ളൂ. എനിവേ ആ സ്റ്റേജ് കഴിഞ്ഞു. അങ്ങനെ 3rd 4th എല്ലാം ക്ലിയർ ആയതിനു ശേഷം അടുത്ത് വരുന്നതായിരുന്നു സോളിസിറ്റർ കേട്ടോ. അപ്പോൾ സോളിസിറ്ററിനും അവർ ഏജൻസിക്കാർ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾക്ക് സോളിസിറ്റർ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സോളിസിറ്റർ ഇല്ല. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഒരു സോളിസിറ്ററിനെ അവർ റെക്കമെൻഡ് ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ. അപ്പോൾ അവർ അവരുടെ തന്നെ കുറേ സോളിസിറ്റേഴ്സിൻ്റെ ഒരു കോഡ് നമുക്ക് അയച്ചു തന്നു. അതിൽ നമുക്ക് നമ്മുടെ അഫോർഡബിലിറ്റിക്ക് പറ്റിയ ഒരു സോളിസിറ്ററിന് കുറേ 1600, 1700, 2000 അങ്ങനെയൊക്കെ കുറേ സോളിസിറ്റേഴ്സ് അവരുടെ കോഡ് നമുക്ക് അയച്ചു തന്നു. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സോളിസിറ്റർ ഞങ്ങൾ എടുത്തത് ഒരു 1670 ആയിരുന്നു ആ സോളിസിറ്ററിൻ്റെ റേറ്റ്. അപ്പം ഞങ്ങൾ അവരെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കോട്ടിൽ നമ്മൾ നോക്കുമ്പം പലരുടെയും അവർ ചെയ്യുന്ന സർവീസ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലതിൽ കുറച്ച് കൂടുതൽ സർവീസ് കാണും, ചിലതിൽ കുറച്ച് കാണത്തുള്ളൂ, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ കോട്ട് എടുക്കുമ്പോൾ അതൊക്കെ നോക്കി വേണം എടുക്കാനായിട്ട്. എനിവേ ഞങ്ങളൊരു സോളിസിറ്ററിനെ സെലക്ട് ചെയ്തു. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് അതേപോലെ തന്നെ സെല്ലേഴ്സും അവരുടെ സൈഡിൽ നിന്ന് ഒരു സോളിസിറ്ററിനെ സെലക്ട് ചെയ്യും. അവർക്കൊരു സോളിസിറ്റർ ഉണ്ടാവും. കാരണം നമ്മുടെ നാട്ടിലതുപോലെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒന്നും നമ്മുടെ ബയ്യർ ആണെന്നോ സെല്ലർ ആണെന്നോ ഒന്നും നമ്മൾ കാണുന്നില്ല. ഈവൻ സോളിസിറ്ററിനെ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല, ടു ബി ഓണസ്റ്റ്. നമുക്ക് കാണാനുള്ള ആവശ്യം വരുന്നില്ല. അത്രയ്ക്കെല്ലാം വളരെ സിമ്പിളാണ്, ട്രാൻസ്പാരൻ്റ് ആണ്, എല്ലാം ഓൺലൈനാണ്. നമ്മൾ അങ്ങനത്തെ ഒരു പേടി നമുക്ക് വേണ്ട. അപ്പോൾ ബാങ്കിൽ പോകണ്ട, ഒന്നും ചെയ്യണ്ട, എല്ലാം അങ്ങനെയാണ് നടക്കുന്നത് ഇവിടുത്തെ. സോ ഞങ്ങൾ സോളിസിറ്ററിനെ സെലക്ട് ചെയ്തു. അപ്പോൾ സോളിസിറ്റർ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു സോളിസിറ്റർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങൾ ആദ്യം കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഞങ്ങളുടെ സർവീസ് സെലക്ട് ചെയ്തതിൽ അവർ താങ്ക്സ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് അവരുടനെ തന്നെ ഒരു കോൺട്രാക്റ്റ് അയച്ചു തരും സോളിസിറ്റേഴ്സ്. നമ്മളതെല്ലാം റീഡ് ത്രൂ ചെയ്തിട്ട് നമ്മളത് സൈൻ ചെയ്ത് പോസ്റ്റ് വഴി തിരിച്ചയക്കണം അവരുടെ അഡ്രസ്സിലോട്ട്. അങ്ങനെ ഞങ്ങളൊരു 2-3 days കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു കോൺട്രാക്റ്റ് പോലെ വന്നു. ഒരു ബൾക്ക് ഓഫ് പേപ്പേഴ്സാണ് വന്നത് കേട്ടോ. അത് സത്യം പറഞ്ഞു ഭയങ്കര കട്ടി ഇംഗ്ലീഷാണ് കേട്ടോ. സത്യം പറഞ്ഞു നമ്മൾ ഈ പഠിച്ച ഇംഗ്ലീഷ് ഒന്നുമല്ല എന്ന് തോന്നി പോകുന്ന സമയം. ഒരു ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ വായിച്ച് നോക്കാനായിട്ട്. അത്രയ്ക്ക് ഫുൾ ബ്ലൈൻഡ് ആയിപ്പോൾ. അത് എൻ്റെ അനുഭവമാണ് കേട്ടോ, എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയത്തില്ല, എൻ്റെ അനുഭവമാണ് കേട്ടോ. അപ്പം അതൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ എന്ത് ഇംഗ്ലീഷാണ് പഠിച്ചത്, നമ്മൾ വലിയ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ശരിക്കൊരു പ്രൊഫഷണൽ ഇംഗ്ലീഷ് എന്ന് പറയത്തില്ല, ആ ഒരു ടൈപ്പ് ഇംഗ്ലീഷായിരുന്നു. ഓക്കെ. എനിവേ 2-3 ദിവസം ഒരാഴ്ച എടുത്ത് ഞാനത് വായിച്ച് തീർത്തതിന് ശേഷം നമ്മളത് തിരിച്ചയച്ചു കൊടുത്തതിന് ശേഷം അവർക്കത് കിട്ടിയതിന് ശേഷം അവർ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ഫസ്റ്റ് നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്യണം. ഞങ്ങളൊരു 500 പേ ചെയ്യണം. അത് കഴിഞ്ഞാൽ അവർ സെർച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ 500 പേയ്മെൻറ്റ് അവരുടെ അക്കൗണ്ടിലോട്ട് 500 പേയ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം അവർ സെർച്ച് സ്റ്റാർട്ട് ചെയ്തു. സെർച്ചസ് എന്ന് പറഞ്ഞാൽ കുറേ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഹസാർഡ് ഫാക്ടേഴ്സ്, ഈ കോൾ മൈൻ ഫാക്ടേഴ്സ്, അങ്ങനെ നമ്മൾ മേടിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് ലാൻഡ് രജിസ്ട്രി, കൗൺസിലിൽ പോയി അവർ അതിൻ്റെ നമ്മുടെ മേടിക്കുന്ന പ്രോപ്പർട്ടി ആരുടെ പേര് രജിസ്റ്റർ ആയിരിക്കുന്നത്, അത് ഫ്രം ദ ബിഗിനിങ്. നമ്മുടെ നാട്ടിൽ പറഞ്ഞ തായ് പ്രമാണം എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ മേടിക്കാൻ പോകുന്ന സെല്ലേഴ്സിന് മുന്നേ ആരുടെ കയ്യിലായിരുന്നു, ഇതെങ്ങനെ അവരുടെ കയ്യിൽ വന്നു, അങ്ങനെ ഈ തായ് പ്രമാണം മൂലാധാരം എന്നൊക്കെ പറയത്തില്ലായോ, അതേപോലുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ ഹിസ്റ്ററിയൊക്കെ എടുക്കുന്നത്. അങ്ങനെയാണ് ഓരോരോ സെർച്ചസ് വരുന്നത്. ഇനി ആഡായിട്ട് ഇതിന് പുറമെ എന്തെങ്കിലും സെർച്ചസ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണം തോന്നുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം സോളിസിറ്ററിന്. അതെല്ലാം കോൺട്രാക്റ്റിൽ അവർ പറയും കേട്ടോ. ഓക്കെ. അങ്ങനെ സെർച്ചസിൻ്റെ റിസൾട്ട് വരാനായിട്ട് ഞങ്ങൾക്കൊരു 2 weeks എടുത്തു കേട്ടോ. ഓൾമോസ്റ്റ് 2 weeks എടുത്തായിരുന്നു. 2 weeks എടുത്തു. റൈറ്റ്, 2 weeks എടുത്തു. അങ്ങനെ സെർച്ച് റിസൾട്ട് വന്നു കഴിഞ്ഞ ഉടനെ അവരടുത്ത് ഞങ്ങളോട് പറഞ്ഞത് സർവേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു സർവേ ചെയ്യണം. ബിക്കോസ് എല്ലാവരും സർവേ ചെയ്യാറില്ല. പക്ഷേ ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ സർവേ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും നമ്മൾ പൈസ മുടക്കി വീട് മേടിക്കുന്നു. അപ്പോൾ ആ വീടിൻ്റെ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിട്ട് മേടിക്കുന്നതല്ല നല്ലത്. അതുകൊണ്ട് അതിലും നമുക്ക് സർവേ എന്ന് വെച്ചാൽ ഒരു 3 types സർവേ ഉണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, 3 type സർവേ ഉണ്ട്. അതിൽ ലെവൽ 1 എന്ന് വെച്ചാൽ ഒത്തിരി പഴക്കമില്ലാത്ത വീടുകൾ, അങ്ങനെയൊക്കെയുള്ള വീടുകൾക്കാണ് ലെവൽ 1 ചെയ്യുന്നത്. ലെവൽ 2 എന്ന് വെച്ചാൽ ഒരു വീട് പോയി കാണുമ്പോൾ നമുക്ക് അധികം മെയിൻ്റെനൻസ് വരുന്നില്ല,
എന്നാലും കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയണം. അങ്ങനെയൊക്കെ ഉള്ളത് ലെവൽ 2. ഈ ലെവൽ 3 എന്ന് വെച്ചാൽ ഒരു എബോ 80 years ഒക്കെ ഓൾഡ് വരുന്ന വീടുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം വേണ്ടി വരുമെന്ന് തോന്നുന്ന വീടുകളുണ്ടാവുമല്ലോ, ഒത്തിരി പഴക്കമുള്ള വീടുകൾ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉള്ളതിന് ലെവൽ 3. ലെവൽ 3 എന്ന് വെച്ചാൽ അതിന് പേയ്മെൻറ്റ് കൂടുതലാണ്. ലെവൽ 2ന് അതിനേക്കാൾ കുറച്ച്, ലെവൽ 1ന് വീണ്ടും കുറയും. അപ്പം ഞങ്ങളൊരു ലെവൽ 2 ആണ് ചെയ്തത്. അത് ഞങ്ങൾ കോട്ട് എടുത്തത് വെബ്സൈറ്റിൽ കയറി, നമ്മുടെ കമ്പയർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ലെവൽ 2 സർവേ എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഗൂഗിളിൽ അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു കോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും. അപ്പോൾ അത് നമ്മൾ പേരൊക്കെ നമ്മുടെ കമ്പയർ മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഈ സർവേയുടെ കോട്ട്സും വരും. അപ്പോൾ അതിൽ നിന്ന് കുറേ പേര് നമുക്ക് കോട്ട് അയച്ചു തരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കോട്ട് എടുക്കുക. അപ്പം ഞങ്ങൾ എടുത്ത കോട്ട് ഒരു ലെവൽ 2 കോട്ട് ഒരു 425 ആയിരുന്നു കേട്ടോ. അങ്ങനെ അതെടുത്തിട്ട് അപ്പം സർവേക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവർക്ക് പൈസ ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ പേ ചെയ്യണം. പേ ചെയ്തതിന് ശേഷമേ അവർ സർവേ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ പേ ചെയ്യുന്നതിന് ശേഷം സർവേ ടീം നമ്മുടെ ഏജൻസിയെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും. സർവേ ചെയ്യാനുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അവർ പോയി നമ്മൾ മേടിക്കാൻ വന്ന പ്രോപ്പർട്ടി സർവേ ചെയ്യും. സർവേ ചെയ്തതിന് ശേഷം ഒരു സർവേ റിപ്പോർട്ട് കിട്ടാനായിട്ട് 1 week എടുക്കും കേട്ടോ. സോ നമ്മളത് വെയിറ്റ് ചെയ്തു 1 week. അപ്പോൾ എല്ലാം കൂടെ ഒരു നമ്മുടെ സെർച്ച് റിസൾട്ടും സർവേ റിപ്പോർട്ടും എല്ലാം ഒക്കെ റെഡിയായി വരും. ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ഒരു 1.5 months എടുത്തു. പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച്, കാരണം ഇതെല്ലാം നമ്മളൊരു പേപ്പേഴ്സ് വരുമ്പോൾ അതെല്ലാം നോക്കി ഡീറ്റെയിൽ ആയിട്ട് വായിച്ചൊക്കെ റിപ്ലൈ ചെയ്യുമ്പം നമ്മളും ഡിലേ ചെയ്തു നമ്മുടെ സൈഡിൽ നിന്നും. അല്ലാതെ വേറെ ഡിലേ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ സർവേ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തേ, ഞങ്ങൾ സർവേ റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങളുടെ സർവേ റിപ്പോർട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണെന്നറിയാമോ, കുറച്ച് വിൻഡോസിൻ്റെ കീ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡോസിൻ്റെ ലോക്ക് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാത്റൂമിൻ്റെ സീറ്റ് ഇളകിയിരിക്കുക, അത് റെഡിയാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ റിപ്പോർട്ട് വെച്ചിട്ട് ഞങ്ങൾ ഏജൻസിക്കാരോട് പറഞ്ഞായിരുന്നു, ഇതാണ് സർവേ റിപ്പോർട്ട്, അതിന് ഇന്ന കാര്യങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഏജൻസിക്കാർ അവർ ഈ ഏജൻസിയിൽ നമ്മളിതെല്ലാം ഓഫറൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ഏജൻസിയിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നത്, നമുക്ക് വേണ്ടി ഒരു സ്റ്റാഫിനെ അവർ അസൈൻ ചെയ്യും. പിന്നെ നമ്മളെല്ലാം ആ സ്റ്റാഫിനെ മാത്രമാണ് കോൺടാക്ട് ചെയ്യുന്നത്. ഏജൻസിയിൽ നമ്മൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സ്റ്റാഫുമായിട്ടാണ് നമ്മൾ മാക്സിമം കോൺടാക്ട് ചെയ്യുന്നത്. അവർ മാത്രമായിട്ട് ഇതിൽ ഇടപെടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ പുള്ളിക്കാരെ വിളിച്ചപ്പോൾ ഇങ്ങനെ മെയിൽ അയച്ച് പറഞ്ഞായിരുന്നു, സർവേ റിപ്പോർട്ട് പോയി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം. അവർ സെല്ലറോട് പറഞ്ഞു, സെല്ലർ അതെല്ലാം മാറ്റി തന്നു ഞങ്ങൾക്ക്. സർവേ റിപ്പോർട്ട് അനുസരിച്ച് അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടായിരുന്നു, എന്തൊക്കെ മാറ്റണമെന്നുണ്ട്, അതെല്ലാം നമുക്ക് സെല്ലർ മാറ്റി തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൽ ഹാപ്പിയായി. അതിനുശേഷമാണ് ഞങ്ങൾ ഓക്കെ നെക്സ്റ്റ് വരുന്നത്. അവർ ഞങ്ങളോട് ചോദിച്ചു, നമ്മുടെ സോളിസിറ്റർ നമ്മളോട് ചോദിച്ചു, നമ്മുടെ മോർഗേജ് അഡ്വൈസറോട് പറഞ്ഞ് നമ്മുടെ ഇത് കംപ്ലീറ്റ് ചെയ്യണം. എന്താ, നമ്മുടെ ഫുൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതുവരെ നമുക്ക് ഓഫർ മാത്രമേ ബാങ്കിൽ നിന്ന് നമുക്ക് ഡിപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ബാങ്ക് നമുക്ക് ഓഫർ തരണം. ആ ഡിപ്പ് പോരാഞ്ഞിട്ട് ബാങ്ക് ശരിക്കും നമ്മൾ പേടിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിക്ക് ബാങ്ക് ഒരു അസസ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ബാങ്ക് അസസ്മെൻറ്റ് ചെയ്തിട്ട് ബാങ്ക് നമുക്കൊരു ഓഫർ ലെറ്റർ തരണം. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ മോർഗേജ് അഡ്വൈസർ ഇൻഫോം ചെയ്തു. ഞങ്ങളുടെ സോളിസിറ്റർ പറഞ്ഞു ഓഫർ ലെറ്റർ മീൻസ് ഒരു ഫുൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സമയമായെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം, മീൻസ് ബാങ്കിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷമാണ് ഫുൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന് മുന്നേ വേറൊരു കാര്യം, നമ്മുടെ ഈ സോളിസിറ്ററിൻ്റെ കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, സോളിസിറ്ററുമായിട്ടുള്ള നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ നമുക്കൊരു ആപ്ലിക്കേഷൻ തന്നായിരുന്നു കേട്ടോ. ആ ആപ്ലിക്കേഷനിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും, അത് ഓരോ സ്റ്റേജും നമ്മളിപ്പോൾ എത്ര പെർസെൻറ്റേജ് ആയി, ഇത്ര പെർസെൻറ്റ് ഒരു 10% ഫസ്റ്റ് 10% ആയിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ 10%, നമ്മൾ ബാങ്കിലെ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ 15%, സെർച്ചസ് കഴിയുമ്പോൾ 20%, അങ്ങനെ ഇങ്ങനെ പെർസെൻറ്റേജ് എത്രത്തോളം കാര്യങ്ങൾ നടക്കുന്നോ അതനുസരിച്ച് ഇങ്ങനെ പെർസെൻറ്റേജ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഓരോരോ സോളിസിറ്ററിനും ഓരോരോ രീതിയിലാണ് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ സോളിസിറ്ററിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ, ഞങ്ങളത് ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഞങ്ങളത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇത്ര പെർസെൻ്റ് ആയി, 50%, 40%, അങ്ങനെ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ബാങ്കിൻ്റെ ഓഫർ ലെറ്റർ. അപ്പോൾ ഈ ബാങ്കിൻ്റെ ഓഫർ ലെറ്റർ ഓക്കെ, അപ്പോൾ ബാങ്കിൻ്റെ ഓഫർ ലെറ്ററും കിട്ടി. നമ്മൾ ഫുൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും.
ഈ സമയത്താണൊക്കെയാണ് നമ്മുടെ ഏജൻസിക്കാർ നമുക്ക് കുറേ പേപ്പേഴ്സ് അയച്ചു തരും. ഏതാണെന്നറിയാവോ? നമ്മുടെ ബാങ്കിൻ്റെ അല്ലെങ്കിൽ സോളിസിറ്റർ നമുക്ക് കുറേ പേപ്പേഴ്സ്, അതായത് ഈ ഫുൾ ലാൻഡ് രജിസ്ട്രിയുടെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ശരിക്കും വായിച്ചു നോക്കണം. TRV രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, TR1 TR2 എന്നൊക്കെ പറഞ്ഞിട്ടൊരു രജിസ്ട്രേഷൻ, ലാൻഡ് രജിസ്ട്രിയുടെ പേപ്പേഴ്സ് നമുക്ക് അയച്ചു തരും. അതൊക്കെ നമ്മൾ ശരിക്കും നന്നായിട്ട് വായിച്ചു നോക്കണം. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബോർഡേഴ്സ് അതെങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, ആ ബോർഡേഴ്സിൽ ഏതൊക്കെയാണ് ബോർഡേഴ്സ് നമുക്ക് വരുന്നത്, ഈ ഫെൻസ് ഉണ്ടെങ്കിൽ ഏത് ഫെൻസാണ് നമുക്ക്, ഏത് ഫെൻസാണ് നൈബേഴ്സിന്, നമ്മുടെ ബോർഡർ ഏതാണ്, പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, ഇതെല്ലാം നമ്മുടെ സോളിസിറ്റർ അവരോട് ചോദിക്കും. നമ്മുടെ സോളിസിറ്റർ അവരെ ഡിഗ് ചെയ്ത് ചോദിക്കും. അതിനെല്ലാം അവർ ആൻസറബിൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രോപ്പർട്ടിക്ക് എന്തുവായിരുന്നു, നമ്മുടെ ബോയിലർ ചേഞ്ച് ചെയ്തിട്ട് ഒരു 15 years ആയിരുന്നു ബോയിലർ ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ അതിന് ബോയിലർ ചേഞ്ച് ചെയ്തില്ല എങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവരോട് ചോദിക്കണ്ടായിരുന്നു നമ്മുടെ സോളിസിറ്റർ. പക്ഷേ അവർ ചേഞ്ച് ചെയ്ത് തന്നില്ല കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ലാത്ത ബോയിലറിന് സ്റ്റില്ല, ബോയിലർ നല്ല വർക്കിംഗ് ആണ്. അത് ഡിപ്പെൻസ്, ഒരു മാറ്റിത്തരും. സാധാരണ ബോയിലർക്ക് ഇച്ചിരി എക്സ്പെൻസീവ് ആയതുകൊണ്ട് അങ്ങനെ സെല്ലേഴ്സ് അധികം ഇങ്ങനെ മാറ്റി കൊടുക്കാറില്ല. ഡിപ്പെൻസ് ആണ് കേട്ടോ, ഓരോരുത്തരും ഓരോ അനുഭവമല്ലേ. അപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ ബോയിലറൊന്നും മാറ്റി തന്നില്ല കേട്ടോ. എനിവേ, പക്ഷേ കുഴപ്പമില്ല, ഞങ്ങൾ ഫുൾ വർക്കിംഗ് കണ്ടീഷനാണ്. പക്ഷെ അവർ സർവീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി ആൻഡ് പ്ലംബിങ്, ഇതിനൊക്കെ നമുക്ക് ഒരു ഇൻസ്പെക്ഷൻ ചെയ്യാം. പക്ഷെ അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ മണി ആവുന്നതാണ്. പക്ഷെ അത് നമുക്ക് വേണമെങ്കിൽ നമുക്കുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ചെയ്യാം. അപ്പം ഞങ്ങളുടെ സോളറിനോട് ഞങ്ങൾ ചോദിച്ചപ്പം 2021 അവർ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു, നോ പ്രോബ്ലം, വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ചില വീടുകളിൽ അവർ സെല്ലേഴ്സ് അത് ചെയ്തു തരും. ചിലർക്ക് നമ്മൾ ചെയ്യണം, നമ്മൾ പൈസ മുടക്കി നമ്മൾ ചെയ്യേണ്ടി വരും. ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ആണ് കേട്ടോ, ഓരോ ബയേഴ്സിനും സെല്ലേഴ്സിനും ഡിപ്പെൻഡ് ആണ്. എനിവേ, അതുകൊണ്ട് ഞങ്ങൾ ഇൻസ്പെക്ഷൻ ചെയ്യാൻ നിന്നില്ല. ബിക്കോസ് 2021 ലാസ്റ്റ് ചെയ്താണല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഇനിയിപ്പം പേടിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു 6 മാസം മുന്നേ വരെ ആൾക്കാർ താമസിച്ചിരുന്നതാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഇത് ഓക്കെ ആണെന്ന് ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ പിന്നെ വീട് ഓക്കെ പറഞ്ഞത്. പിന്നെന്തുവാ, ഓക്കെ, അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ സോളിസിറ്ററിന് സെർച്ചസ് കഴിഞ്ഞു, സർവേ കഴിഞ്ഞു, ബാങ്കിൻ്റെ ഓഫർ ലെറ്റർ കിട്ടി, ബാങ്ക് ഫുൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഞങ്ങളുടെ സോളിസിറ്റർ പറഞ്ഞു, ഒരു കംപ്ലീഷൻ ഡേറ്റ് ഞങ്ങളോട് റെക്കമെൻഡ് ചെയ്യും. ഏതെങ്കിലും പ്രിഫറബിൾ കംപ്ലീഷൻ ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു, കംപ്ലീഷൻ ടൈം. അപ്പം ഞങ്ങളൊരു ഡിസംബർ എൻഡ് ജനുവരി പറഞ്ഞു. അപ്പോൾ അതിൽ January 2 അവർ സെല്ലറും ഓക്കെ ആയിരുന്നു. അപ്പോൾ അതായിരുന്നു കംപ്ലീഷൻ ഡേറ്റ് അവർ പറഞ്ഞത്. ഞങ്ങൾക്കൊരു 1 month മുന്നേ ഞങ്ങളുടെ കംപ്ലീഷൻ ഡേറ്റ് പറഞ്ഞായിരുന്നു കേട്ടോ. ഞങ്ങളൊരു എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ കംപ്ലീഷൻ ഡേറ്റ് എല്ലാം കൺഫേം ആയതിനു ശേഷം അവർ പറഞ്ഞു ഞങ്ങൾ ഇനി ഡോക്യുമെന്റ്സ് കൈമാറും. അതായത് അവർ നമുക്കൊരു കോൺട്രാക്ട് അയച്ചു തന്നു. കോൺട്രാക്ട് മീൻസ് നമ്മുടെ ഈ ലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യുന്നില്ലായോ, ആ ഒരു ഫോം ഉണ്ട്. ആ ഫോമും പിന്നെ ബാങ്കിൻ്റെ ബാങ്കിന് ഈ ഫുൾ ഓഫർ കിട്ടുന്നതിന് മുന്നേ നമ്മൾ ഫുൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അതിന് വേണ്ടി ഒരു ബാങ്കിൻ്റെ ഒരു പേപ്പർ ഉണ്ട് നമുക്ക്, നമ്മുടെ ബാങ്ക് ലോൺ തരുന്നതിനുള്ള. അപ്പോൾ അതും ഈ ലാൻഡ് രജിസ്ട്രേഷൻ്റെ ഫോം എല്ലാം നമുക്ക് അയച്ചു തരും. അതിൽ നമ്മൾ സൈൻ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്കൊരു വിറ്റ്നസ്സും വേണം കേട്ടോ. വിറ്റ്നസ് എന്ന് വെച്ചാൽ നമ്മളാണ് സൈൻ ചെയ്യുന്ന കാണിക്കാൻ ഒരു വിറ്റ്നസ്. അല്ലാതെ ആ വിറ്റ്നസ്സിന് വേറെ ഒന്നും ബാധിക്കുന്നൊന്നുമല്ല. നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് സൈൻ ചെയ്യണം. ആ വിറ്റ്നസ്സും അവരുടെ അഡ്രസ്സും, സൈനും അഡ്രസ്സും അതിലുണ്ടായിരിക്കണം. ഇത് 2 എണ്ണത്തിലാണ്. ഒന്ന് ബാങ്കിന് സബ്മിറ്റ് ചെയ്യുന്ന പേപ്പറിലും, പിന്നെ രണ്ടാമത് ലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് നമ്മുടെ പേരിലെ ഫുൾ ഡീറ്റെയിൽസിലാണ് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്നത്. അതിലും ആ വിറ്റ്നസ് സൈൻ ചെയ്യേണ്ടി വരും. ഒരാളാണ് കേട്ടോ, ഒരു വിറ്റ്നസ് സൈൻ ചെയ്യേണ്ടി വരുന്നത് ഞങ്ങൾക്ക്. അപ്പം അത് മെയിനായിട്ട് എല്ലാവരും അപ്പം ഒരു വിറ്റ്നസ് ആരാ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് വിശ്വാസമുള്ള ആരാന്ന് വെച്ചാൽ അവരൊന്ന് പറഞ്ഞു, അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പം അതിന് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. പിന്നെ എന്തുവായിരുന്നു, വേറെന്താ, ഓക്കെ, കംപ്ലീഷൻ ഡേറ്റ് കിട്ടിയതിന് ശേഷം അവർ പറഞ്ഞു ഓക്കെ, ഇതിന് മുന്നേ നമ്മുടെ ഈ കംപ്ലീഷൻ ഡേറ്റ് കിട്ടുന്നതിന് മുന്നേ ഈ സോളിസിറ്ററിൻ്റെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബിഫോർ കംപ്ലീഷൻ ഡേ ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ ഫോർ വ്യൂയിങ് ഫോർ ഹൗ മെനി ടൈംസ്, നോ പ്രോബ്ലം. നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി വീണ്ടും വ്യൂവിങ് റിക്വസ്റ്റ് ചെയ്യാം ഏജൻസിക്കാരോട് കംപ്ലീഷൻ ഡേറ്റിന് മുന്നേ വരെ.
കാരണം നമുക്ക് വീണ്ടും പോയി ഒന്ന് കൺഫേം ചെയ്യണം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ. പോയുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോസ് എടുക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് മേക്ക് ഷുവർ. കാരണം നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഒരിക്കൽ പ്രോപ്പർട്ടി ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം മറന്നു പോകും കേട്ടോ. ഫുൾ നമുക്ക് അതെവിടെ ഉണ്ടായിരുന്നു, ഇതെവിടെ ഉണ്ടായിരുന്നു, അത് ചെക്ക് ചെയ്തില്ല, ഇത് ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ ബെറ്റർ നമുക്ക് പോകുമ്പോൾ ഓരോ വ്യൂവിങ്ങിന് പോകുമ്പോൾ വീഡിയോ എടുക്കുക. അപ്പം ഞങ്ങൾ ഈ പ്രോപ്പർട്ടി ടോട്ടൽ 3 times വ്യൂ ചെയ്തായിരുന്നു ബിഫോർ കംപ്ലീഷൻ ഡേറ്റ്. അപ്പോൾ അതുപോലെ അത് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. അത് ഏജൻസിക്കാർ നമുക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം, അവർ നമുക്ക് വ്യൂവിങ് തരും. അതൊരു പ്രോബ്ലമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എല്ലാ ഏജൻസി ഇങ്ങനെ വ്യൂവിങ് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. സോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കംപ്ലീഷൻ ഡേറ്റ് കിട്ടി. സോ ഞങ്ങൾ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കാൻ ഞങ്ങൾ റെൻറ്റ് ഹൗസിൽ കംപ്ലീഷൻ ഡേറ്റ് അവർ പറഞ്ഞ സമയത്ത് നമ്മൾ താമസിക്കുന്ന റെൻറ്റ് ഹൗസ് ആണല്ലോ, അവിടെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. റെൻറ്റ് ഹൗസിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ അനുസരിച്ച് 1 month മുന്നേ ഞങ്ങൾക്ക് പറയണമായിരുന്നു. അതുകൊണ്ട് തന്നെ 1 month മുന്നേ കംപ്ലീഷൻ ഡേറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ലാൻഡ് ലോഡ് അറിയിച്ചായിരുന്നു. ഞങ്ങൾക്ക് January 2 ഞങ്ങൾ കംപ്ലീഷൻ ഡേറ്റ്, നോട്ട് January 2, ഐ എം സോറി, January 24 കംപ്ലീഷൻ ഡേറ്റ്. അപ്പം ഞങ്ങളുടെ ലാൻഡ് ലോഡ് ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സോ കംപ്ലീഷൻ ഡേറ്റ് January 24 ആണെങ്കിലും ഞങ്ങൾ ആ വീടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തത് February 6 ഓക്കെ. കാരണം അത് എല്ലാവരും ഓർക്കുക, നമുക്കൊരു കംപ്ലീഷൻ ഡേറ്റ് കിട്ടിയാലും നമ്മൾ താമസിക്കുന്ന റെന്റ് ഹൗസിൽ നിന്ന് നമ്മളെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനും നമ്മൾ ശരിക്കും ഫുള്ളി പുതിയ വീട്ടിലോട്ട് വരുന്നതിന് കുറച്ച് ടൈമുണ്ട്. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 1 weekeങ്കിലും നമുക്ക് വേണം. കാരണം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടി അപ്പം ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ 1 week എടുത്തായിരുന്നു. January 24 കീ കിട്ടി, പക്ഷെ 6th ഞങ്ങൾ ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട്. സോ കംപ്ലീഷൻ ഡേയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഒരു 12 മണി ആയപ്പോഴാണ് ഞങ്ങളുടെ സോളിസിറ്റർ വിളിച്ചിട്ട് പറഞ്ഞത് ഫുൾ എമൗണ്ട്, മോർണിംഗ് 8 o'clock കേട്ടോ, January 24 മോർണിംഗ് 8 o'clock ഞങ്ങൾക്ക് സോളിസിറ്ററിൻ്റെ മെസ്സേജ് വന്നു. ബാങ്കിൻ്റെ ഫുൾ എമൗണ്ട് സെല്ലർക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് 12 മണിക്ക് ശേഷം വന്ന് കീ മേടിക്കാം. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് വരും ഈ കംപ്ലീഷൻ ഡേറ്റ് ആണ്. എൻ്റെ അനുഭവത്തിലാണ് നമുക്ക് അന്ന് രാവിലെ ഇങ്ങനെ ബാങ്കിൽ നിന്ന് ഫുൾ മണി പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനു മുന്നേ ഞങ്ങൾ ഡെപ്പോസിറ്റ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഡെപ്പോസിറ്റ് മെയിൻ കാര്യമാണല്ലോ. അത് നമ്മുടെ ബാങ്കിലെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് കഴിയുമ്പോൾ നമ്മളോട് സോളിസിറ്റർ പറയും 10% ഡെപ്പോസിറ്റ് ഇടണമെന്നുള്ള കാര്യം. ഗിഫ്റ്റ് മണി ഉണ്ടോ, ഗിഫ്റ്റ് മണി ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് ഒക്കെ ചോദിക്കും. നമുക്ക് ഗിഫ്റ്റ് മണി അങ്ങനെ നമ്മൾ ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിന് മുന്നേ ഉള്ളതാണ്, ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ കംപ്ലീഷൻ്റെ ഡേറ്റിന് അന്ന് 12 മണി കഴിഞ്ഞപ്പോൾ ഏജൻസി വിളിച്ചിട്ട് പറഞ്ഞു കീ റെഡിയാണ്, നിങ്ങൾക്ക് കീ വന്ന് മേടിക്കാം. അതും നമ്മുടെ കോൺട്രാക്റ്റിലുണ്ട്. ഒരു കംപ്ലീഷൻ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് മുന്നേ നമുക്ക് കീ കിട്ടും. കീ 2 മണിക്ക് ശേഷം സെല്ലർക്ക് കീ കൈവശം വെക്കാൻ പറ്റത്തില്ല. അതായത് സെല്ലർ 2 മണിക്ക് മുന്നേ തന്നെ കീ ഏജൻസിക്കാർക്ക് കൊടുക്കണം. അതൊരു കോൺട്രാക്റ്റുള്ള, ഇല്ലെങ്കിൽ അവർക്കും അത് ഫൈനാണ്. കാരണം 2 മണിക്ക് ശേഷം അവർക്ക് കൈവെക്കാൻ പാടില്ല. അങ്ങനെയാണ് അതിൻ്റെ ഇതൊരു പോളിസി എന്ന് പറയുന്നത്. സോ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നതാണ് തോന്നുന്നത്. സോ ഞങ്ങൾക്കൊരു 12 മണിയാവേ കിട്ടിയായിരുന്നു. ഞങ്ങൾ പോയി കീ ഒക്കെ മേടിച്ചു. കീ പിള്ളേരെ പോയി സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ വിളിച്ചിട്ട് അന്ന് വീഡിയോ കണ്ടായിരുന്നല്ലോ, ഞങ്ങൾ കീ മേടിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 മണിക്ക് വൈകിട്ട് 4 മണിക്കാണ് പോയി കീ ഒക്കെ മേടിച്ചത്. കീ എല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ ഒരു 1 week ഉണ്ടായിരുന്നു എല്ലാം ഒന്ന് സെറ്റ് ആകാനായിട്ട്. ഞങ്ങൾ പഴയ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തു. അതിന് ഞങ്ങൾ കുറേ ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ട് അവർ വന്നു. പെട്ടെന്ന് വന്ന എല്ലാ സാധനങ്ങളും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു. മക്കളെ എൻ്റെ മോൻ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക. സോ അവർ തന്നെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഞാൻ പിന്നെ മെല്ലെ ചെയ്തത്. ഒരു ഭയങ്കര ടാസ്ക് ആട്ടോ നമ്മൾ ഷിഫ്റ്റിങ്ങും മൂവിങ്ങും. എൻ്റെ പൊന്നെ. എനിവേ അങ്ങനെ ഫൈനലി ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് മാറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്നും വേറൊന്നും ഞാൻ വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു അനുഭവമാണ് കേട്ടോ ഈ പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവം ഡിഫറെൻ്റ് ആയിരിക്കും. ഞങ്ങളുടെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണ്ടവർ
ചോദിക്കുക. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണും. UK-ലെ മലയാളീസ് ഇതുപോലെ വീഡിയോ മേടിക്കുന്നവർ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ വീഡിയോസ് ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ ഒരു അനുഭവമാണ് ഞാനീ പറഞ്ഞത്. ഞങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നെങ്കിൽ ഉപയോഗപ്പെടട്ടെ. ഓക്കെ, സോ എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.